തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതിരൂക്ഷമായ വിമർശനമാണ് പിണറായി വിജയൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായല്ലോ. ഇത് ദേശീയ തലത്തിൽ നരേന്ദ്രമോദി ഉന്നയിക്കുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസ് അതിനോട് പ്രതികരിക്കുന്നത്? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രിയെ റീപ്ലേസ് ചെയ്യാൻ, പുതിയ ഒരു പ്രധാനമന്ത്രിയെ ഉണ്ടാക്കാൻ, NDAയുടെ നടപടികളെ നിർത്താൻ, അതിനെ വിമർശിക്കാൻ എല്ലാം ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണി വരുന്നത്. ഇന്ത്യ മുന്നണിക്കകത്ത് ഒരു ഘടകകക്ഷിയാകും എന്ന് ആദ്യം പറയുകയും പിന്നീട് അതിന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആളിനെ വെക്കാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ NDA വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയാണ്. അതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡബിൾ പ്ലേ ആണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദ്വിമുഖ നടപടികളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഒരിടത്തും എത്താത്തത്. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഒന്നല്ലേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? 1964 മുതൽ മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ഇവർ നിലവിൽ വന്നില്ലേ? അരനൂറ്റാണ്ട് കഴിഞ്ഞില്ലേ? എന്നിട്ടും എന്തേ അവർക്ക് കേരളത്തിൽ നിന്ന് ഇവിടെ ഒന്ന് തലപൊക്കി നിൽക്കാൻ പറ്റാതെ പോയത്? അതിന്റെ കാരണം ഏത് കാര്യത്തിലും ദ്വിമുഖമായ മുഖമെടുക്കുകയാണ്. അവർ വ്യക്തമായ നടപടിയില്ല. ഇവിടെ മുമ്പോട്ട് പോകുന്നു എന്ന് പറയും, പുറകോട്ട് പോകുന്ന ആളുകളുടെ തോളിൽ കൈയിടുകയും ചെയ്യും. അതുകൊണ്ട് നിൽക്കുന്നിടത്തൊന്നും ഒരു ഇഞ്ച് പോലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ ക്ഷീണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ രാഷ്ട്രീയത്തെ പൊതുവായി വിലയിരുത്തിയാൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് രാജ്യത്തെ നയിക്കാനുള്ള കരുത്ത് രാഹുലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന വിമർശനമുണ്ട് എന്നാണ്. വിമർശനത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ഡയറക്റ്റായിട്ട് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു കരുത്തില്ല എന്നല്ല പറയുന്നത്. പക്ഷേ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ഉയർത്തി. രാഹുൽ ഗാന്ധിക്ക് മുമ്പൊരു പേരുണ്ടായിരുന്നു, അതിലേക്ക് തിരിച്ചു പോകരുത് എന്ന മറുപടി നൽകുകയും ചെയ്തു. ഇത് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുകയാണ്. ഈ കേരളത്തിൽ ശരിയാണ്, ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസും CPM-ഉം നേർക്കുനേർ മത്സരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും എന്ന് നമുക്കറിയാം. പക്ഷെ അത് ദേശീയ തലത്തിൽ നരേന്ദ്രമോദി ആയുധമാക്കുകയാണ് എന്നുള്ള വിഷയം രണ്ടുപേരെയും, കോൺഗ്രസിനെയും ഇടതുമുന്നണിയെയും ബാധിക്കില്ലേ? സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു ആയുധം അവർ വിനിയോഗിക്കുകയാണ്. ആ ആയുധം ഉണ്ടാക്കി കൊടുത്തത് ശ്രീ പിണറായി വിജയനാണ് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അവരുടെ കയ്യിലേക്ക് ഒരു ആയുധം ഏൽപ്പിച്ചിട്ട് അവർ ആ ആയുധം വിനിയോഗിക്കുന്നു എന്ന ആക്ഷേപം പറയുന്നതിൽ കഥയുണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ ആ ആയുധം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? അത് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗമാണ്. എന്തുകൊണ്ടാണ് സീതാറാം യെച്ചൂരി ഈ വിമർശനം നടത്താത്തത്? അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഇങ്ങനെ പരുഷമായ ഒരു ഭാഷയിലുള്ള വർത്തമാനം ഇതുവരെ വന്നിട്ടില്ലല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലോ സീനിയർ ആയിട്ടുള്ള മെമ്പർമാർ പലരും ഉണ്ടല്ലോ. ഇതുവരെ അവരാരും ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കാത്തത്? അപ്പോ പിണറായി വിജയന്റെ ഉന്നം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അവർക്ക് പ്രധാനമന്ത്രിയെ കൂടുതൽ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതിനുള്ള സാധ്യത അവർ തേടുകയാണ്. അതിനുവേണ്ടിയുള്ള എളുപ്പമാർഗം രാഹുൽ ഗാന്ധിയെ ഈ വാർ ഓഫ് വേർഡ്സ് തുടങ്ങിയതിന്റെ കാരണക്കാരൻ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയല്ലേ? എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാത്തത് എന്ന ചോദ്യം ഉയർന്നു വന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നാണ്. നോക്കൂ, ഇന്ത്യയിൽ 28 മുഖ്യമന്ത്രിമാരിലെ 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കേണ്ട രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്ത, ജയിലടക്കാത്തെന്നുള്ള ചോദ്യം പ്രസക്തമാണോ? അല്ല, ആൾ ചോദിച്ചൊരു അക്കാഡമിക് ക്വസ്റ്റ്യൻ മാത്രമാണ്. അദ്ദേഹം ചോദിച്ചത് എന്താ? ഒരു അക്കാഡമിക് ക്വസ്റ്റ്യൻ ആണ്. 2 മുഖ്യമന്ത്രിമാർക്കെതിരായിട്ട് ചില നിയമ നടപടികൾ എടുത്തു, അവരെ അറസ്റ്റ് ചെയ്തു. പിണറായി വിജയനെ എന്തുകൊണ്ട് തൊടുന്നില്ല എന്ന് സ്വാഭാവികമായി ഒരു അക്കാഡമിക് ക്വസ്റ്റ്യൻ ആണ്. അതിനെ ശ്രീ പിണറായി വിജയൻ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചിത്രീകരിച്ചത് അത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമാക്കി മാറ്റി. അതല്ലല്ലോ. കേട്ടിട്ട് ഞങ്ങൾ ആ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ ആ പ്രസംഗം പൂർണ്ണമായി ശ്രവിച്ച ആളുകളാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമല്ലേ ഉള്ളൂ. ആ ചോദ്യം ഇത് ഒത്തുകളിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഒത്തുകളിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. ആ ഒത്തുകളിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ചില ന്യായങ്ങൾ നിൽക്കുന്നുമുണ്ട്. അത് സ്വാഭാവികമായും ഇവിടെ നരേന്ദ്രമോദിയുടെ സ്നേഹവും അദ്ദേഹത്തിന്റെ വാത്സല്യവും പിടിച്ചു പറ്റിയെങ്കിൽ മാത്രമേ ഇന്ന് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് കേരളത്തിൽ തല ഉയർത്താൻ കഴിയും. അതാണ് കോൺഗ്രസിന്റെ നറേറ്റീവ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്
സംസാരിച്ചത്. മുതിർന്ന നേതാവ്. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഏതായാലും UDFും LDFും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിരൂക്ഷമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം പ്രചാരണത്തിന് ഇനി ഏതാനും ദിവസങ്ങളോ മണിക്കൂറുകളോ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ VS രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ 2019-ലേതുപോലെ, അതായത് ബദൽ എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, നേതാവ് എന്ന്